ഹലോ, ഇന്ന് നൈനുട്ടിയുടെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ആണ്. അരങ്ങേറ്റത്തിൻ്റെ ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അരങ്ങേറ്റം നമ്മളെ ട്രിവാൻഡ്രം ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. നൈനുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നൈനുട്ടിയുടെ ഒത്തിരി ദിവസത്തെ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നൈനുട്ടി ചെറുതായിരുന്നപ്പം ഒന്നാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഡാൻസിന് പോയി ചേർന്നത്. പിന്നെ കൊറോണയൊക്കെ വന്ന സമയത്ത് നമുക്ക് ഡാൻസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതായി. നമ്മൾ പിന്നെ കൊറോണയൊക്കെ ആയപ്പം നമ്മൾ ആദ്യമായിരുന്ന ആ ഒരു വീട് മാറി വേറെ സ്ഥലത്തിലോട്ട് വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ വന്നു. അവിടെ നിന്ന് നമുക്ക് ഡാൻസിന് പോകാനോ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇത്ര വർഷത്തിന് ശേഷം ഒന്നാം ക്ലാസ്, ഇപ്പം അവൾ 8th വെക്കേഷനായി. 8th കഴിഞ്ഞ് വെക്കേഷനാണിപ്പം. നൈനുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നൈനുട്ടി ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഒത്തിരി ദിവസത്തെ ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് ഇപ്പം അരങ്ങേറ്റമെല്ലാം നൈനുവിനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എൻ്റെ തന്നെ അരങ്ങേറ്റം നല്ല അവൾ ആ ഒരു ഭാവമായിരുന്നു. അവളെ ഒരുങ്ങാനൊക്കെ തുടങ്ങിയപ്പം ഭയങ്കര ഹാപ്പിയാണ് ആൾ. ഒരുങ്ങി തീരുമ്പം എങ്ങനത്തെ ലുക്കിലാണ് വരണേന്നുള്ളതൊന്നും അവൾക്ക് അറിഞ്ഞൂടല്ലോ. ബോറായിരിക്കുമോ, എനിക്ക് മാച്ചാവുമോ, ഇത് സെറ്റാവുമോ, ഇത് മേക്കപ്പ് എന്നെല്ലാം ഉള്ള ഒരു ഡൗട്ടായിരുന്നു അവൾക്ക്. പക്ഷെ കൊള്ളാം. അവൾ ഇതുവരെ കണ്ടില്ല അവളുടെ മുഖം, കണ്ണാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മൊബൈലിൽ ഞാൻ വീഡിയോ എടുത്താലും അവൾക്ക് കാണിച്ചു കൊടുത്തില്ല. വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പം അവളുടെ ലുക്ക് തന്നെ മാറി, അവളുടെ ആ ഒരു ഫേസ് മാറി. ഇപ്പം വേറെ ഏതോ ഒരു കൊച്ചിൻ്റെ ലുക്കിലാണ് ഇരിക്കുന്നത്. കാട്ടാക്കട തൂങ്ങാമ്പാറ ദേവരാഗത്തിലാണ് നൈനുട്ടി ഡാൻസ് പഠിക്കുന്നത് ഇപ്പം. ടീച്ചറിൻ്റെ പേര് വൈഷ്ണവിയാണ്. വൈഷ്ണവി ടീച്ചർ നൈനുവിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നൈനുട്ടി ഒത്തിരി ബാക്കിലോട്ടായിരുന്നു, ലേറ്റായിരുന്നു അവൾ ജോയിൻ ചെയ്തത്. ബാക്കി എല്ലാവരും നേരത്തെ ഉള്ള പിള്ളേരാണ്. അപ്പം നൈനുട്ടിക്ക് ഒത്തിരി അവർ സപ്പോർട്ടായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെത് നമുക്ക് കാണാൻ പറ്റും സ്റ്റേജിൽ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു, നൈനുവിനെ കൊണ്ട് പറ്റുമോ, ഇത് എങ്ങനെ ചെയ്യുമോ എന്നുള്ള ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പം ഏകദേശം മേക്കപ്പ് കഴിയാറായി. ഒരു 3/4 ഭാഗത്തോളം എത്തി. ഇനി ഡ്രസ്സും പിന്നെ ഒടിയണം, പിന്നെ പൂ വയ്ക്കാനുണ്ട്, കയ്യിൽ മൈലാഞ്ചിയുടെ ഇത് ചെയ്യാനുണ്ട്. നൈനുട്ടിയാണെങ്കിൽ അത് ഈ ലുക്കൊന്നും ഇപ്പം കണ്ടിട്ടില്ല കണ്ണാടിയിൽ. അവൾക്കത് കാണാൻ വേണ്ടി അവളിങ്ങനെ കൊതിച്ച് നിൽക്കുകയാണ്. അവിടെ ഒരു ചെറിയ കണ്ണാടി ഉണ്ട്, പക്ഷേ അതിൽ ഫുള്ളായിട്ടുള്ള ആ ഒരു ഇത് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ നൈനുട്ടിയുടെ അരങ്ങേറ്റത്തിൻ്റെ ഒരുക്കമെല്ലാം കഴിഞ്ഞ് ഇനി അരങ്ങേറ്റം.